മഹദിയുടെ വികസനത്തിന് ശേഷം മസ്ജിദുൻ നബവിയിൽ 700-ൽ പരം വർഷം വിപുലീകരണങ്ങൾ ഒന്നും നടന്നില്ല. കേടുപാട് തീർക്കലും മേൽപ്പുര പുനർനിർമ്മാണവും മറ്റും മാത്രം നടന്നു. ഹിജ്റ 654 റമദാനിൽ മസ്ജിദുൻ നബവി അഗ്നിക്കിരയായി. നടുമുറ്റത്തെ കുബ്ബയും അതിൽ സൂക്ഷിച്ചിരുന്ന മുസഹഫും മറ്റു വസ്തുക്കളും ഒഴിച്ച് മറ്റെല്ലാം കത്തിക്കരിഞ്ഞു. ഉടനെ അഗ്നിബാധയുടെ വിവരം ബഗ്ദാദിലെ അബ്ബാസി ഖലീഫ മുഖ്തസിം ബില്ലയെ അറിയിച്ചു. ആ വർഷം തന്നെ ബഗ്ദാദിൽ നിന്നുള്ള ഹാജിമാരോടൊപ്പം ഉപകരണങ്ങളും നിർമ്മാണ ജോലിക്കാരും വന്നു ചേർന്നു. അടുത്ത വർഷാദ്യം പണി ആരംഭിച്ചു. ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗവും റൗളയുടെ ഭാഗവും ആ വർഷം പണി പൂർത്തിയായി. ബാക്കി പണി തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത വർഷം ഹിജ്റ 656 മുഹറത്തിൽ ചെങ്കിസ് ഖാന്റെ താത്താരികൾ ബഗ്ദാദ് കീഴടക്കി. ആയിരക്കണക്കിന് ജനങ്ങളും ഖലീഫയും നിഷ്ഠൂരം വധിക്കപ്പെട്ടു. അതോടെ ഹിജ്റ 132-ൽ ആരംഭിച്ച അബ്ബാസിയ ഖിലാഫത്ത് ഭരണം നാമാവിശേഷമായി.